ध्यान कीजिए गाड़ी नंबर 600 15 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. നാശം, ഇതും ലേറ്റാണോ? ഇങ്ങനെ എന്ന് ലേറ്റാണെങ്കിൽ പിന്നെ എന്തിനാ ടൈം ടേബിൾ എന്നും പറഞ്ഞ ഒരു സാധനം തൂക്കിയിട്ടിരിക്കുന്നത്? എല്ലാ ട്രെയിനും കൃത്യസമയത്ത് വരുന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റിംഗ് റൂമിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങള് നമ്മള് TT ഗഫൂർ. ഈ വരുന്ന ട്രെയിനിൽ ഇവിടുന്ന് അങ്ങോട്ട് ഞമ്മക്കാണ് ഡ്യൂട്ടി. ഒരു 15 മിനിറ്റിന്റെ പ്രശ്നല്ലേ. നിങ്ങള് വെയിറ്റിംഗ് റൂമിൽ പോയിരുന്നോളി, ഒക്കെ സലാമത്താവുന്ന്. നിങ്ങള് പറയുന്നത് ഞമ്മക്ക് ഇത്തിരി നാട്ടു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ഹലോ, പുറപ്പെട്ടിട്ടില്ല, 15 മിനിറ്റ് ലേറ്റാണ്. വേഗം എത്തുമല്ലോ അല്ലേ? ഓക്കെ, ശരി, ഞാൻ വെയിറ്റിംഗ് റൂമിലുണ്ട്. ഓക്കെ. എന്റെ സുഹൃത്താ, മൂപ്പര് ഈ ട്രെയിനിൽ വരുന്നുണ്ടേ, തിരുവനന്തപുരത്തേക്ക് പോവാണ്. ട്രാൻസ്ഫറിന്റെ ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്. ഇതിപ്പോ 15ാമത്തെ പോക്കാ. ഹലോ, അവിടെ ഇരിക്കല്ലേ, പഞ്ചറാവും. ചാക്കില് ട്യൂബോ ടയറോ മറ്റോ ആണോ? അല്ല, സാനിയാണ്. ഇങ്ങോട്ട് മാറിയിരുന്നോളിന്ന്. അതവിടെ ഒരു കസേര ഒഴിവുണ്ട്. ട്രെയിൻ നമ്പർ 6001 അല്പസമയത്തിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തിച്ചേരുമായിരിക്കും. അല്ല, നിങ്ങളെ ചെങ്ങായി എത്താറായെന്നൊന്ന് വിളിച്ചു നോക്കി. മൂപ്പരെത്തിക്കോളും. ലാസ്റ്റ് മിനിറ്റിൽ ഓടി കേറുന്നതാ മൂപ്പരുടെ ശീലം. മതി, ട്രെയിൻ എത്തുമ്പോഴത്തേക്ക് എത്തിയാ മതി. എന്തൊരു വിലക്കയറ്റം അല്ലേ! കരണ്ട്, ഡീസല്, പെട്രോള്, അരി. ഇപ്പൊ തീവണ്ടിയിലും കൂട്ടി. സാധാരണക്കാരന്റെ വാഹനല്ലേ തീവണ്ടി. ഒരു സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? തീവണ്ടിക്കൂലിപ്പോ എത്ര കൂട്ടിയെന്നറിയോ? അതിപ്പോ പെട്ടെന്ന് ചോദിച്ചാ, നിങ്ങളിടക്കിടക്ക് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് അറിയാണ്ട് കൂലാലോ. ആദ്യം എത്രയാണ് ചാർജ് ഓർമ്മ ഉണ്ടോ? അത് പിന്നെ ഞാൻ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന പതിവില്ല. ഇന്ത്യൻ റെയിൽവേ നഷ്ടത്തിലാവാൻ വേറെന്തെങ്കിലും വേണോ? എന്നിട്ട് യാത്രാ നിരക്ക് കൂട്ടിയെന്ന് പറഞ്ഞ് ബഹളവും. ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യുന്നവനൊക്കെ ആയിരിക്കും നാളെ തീവണ്ടി യാത്രാ കൂലി കൂട്ടിയതിൽ പ്രതിഷേധിച്ച് തീവണ്ടി തടയാനും സെക്രട്ടേറിയറ്റിന് കല്ലെറിയാനൊക്കെ മുന്നിലുണ്ടാകുക. എല്ലാ യാത്രക്കാരും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ തന്നെ റെയിൽവേക്ക് കൂലി വർധനവ് മാറ്റിവെക്കാൻ പറ്റിയേനു. ആരോട് പറയാ? ബോസിൽ യാത്ര ചെയ്ത് ശീലിച്ച ഇവനോടോ?